ഹലോ, ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കവേഴ്സ് ഇപ്പോൾ നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മുടെ സാധാരണ നോൺ ഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്കിന് പകരം ഇതാണ് നമുക്കിപ്പോൾ അവിടെ പൈസ കൊടുത്താൽ നമുക്ക് തരിക. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ അരിച്ചാക്ക് മോഡലായതുകൊണ്ട് കുറച്ചൊരു ഭംഗി വരുത്താനുള്ള പണിയാണ്. സോ ഇതിൽ പെയിൻറ്റിങ്ങാണ് ഞാൻ ഇന്ന് വിചാരിക്കുന്നത്. സോ യൂസ് ചെയ്യുന്ന പെയിൻറ്റ് ഫെവിക്രിലിൻ്റെ ആക്രിലിക് കളേഴ്സാണ്. ആദ്യത്തെ കവറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓറഞ്ച് ആൻഡ് റെഡ് ആണ്. ഈ രണ്ട് ഷെയ്ഡ്സാണ്. ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പോയിൻറ്റഡ് റൗണ്ട് ബ്രഷ് എടുത്തിട്ടുണ്ട്. എല്ലാം ഫ്രീ ഹാൻഡ് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ അതിനാണ് യൂസ്ഡ്. എനിക്കങ്ങനെ റൂളറൊന്നും വെച്ചിട്ട് ചെയ്യുന്നത് വലിയ വശമില്ല. ഞാൻ ചെയ്ത് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ആദ്യം മൈൻഡിൽ വന്നത് ഒരു മണ്ഡല മോഡൽ പോലെയാണ്. പക്ഷേ ഇതിനെ റിയലൈസ്ഡ് അത് സ്ക്വയർ ആണെങ്കിൽ കുറച്ചുകൂടെ പക്കയാവുള്ളൂ. എന്നിട്ട് പതുക്കെ ഐഡിയ മാറ്റി അത് കുറച്ച് ചേഞ്ചൊക്കെ വരുത്താൻ നോക്കി. ഇങ്ങനത്തെ തിക്ക് ലൈൻസിനൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും യൂസ് എ ഫ്ലാറ്റ് ബ്രഷ്. അതാകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കവറേജും കിട്ടും. നിങ്ങളുടെ ലൈൻസ് കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് ആ ഫ്ലാറ്റ്നെസ്സിൻ്റെ ആ സ്ട്രെയിറ്റ് അങ്ങനെ എടുക്കാനും പറ്റും. സീ ദി അതർ സൈഡ് എനിക്ക് കുറച്ച് ലെങ്ത് ഓഫ് ദാറ്റ് ടെയിൽ സോർട്ട് ഓഫ് ഡിസൈൻ അത് കുറച്ച് സ്മോളായിട്ടാണ് ഞാൻ വരച്ചത്. ഇവിടെ കുറച്ച് നീണ്ടു പോയതുകൊണ്ട് എനിക്ക് അവിടെ ലൈൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. സോ ഐ ഹവ് ഡൺ ദാറ്റ്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഓറഞ്ച് കളർ വെച്ചിട്ട് ഫെവിക്രിലിൻ്റെ തന്നെ അത് വെച്ചിട്ട് ഞാൻ കുറച്ചൊരു ഡീറ്റെയിലിംഗ് കൊടുത്തു. സോ ദാറ്റ് ആ ഒരു പോപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാം ഡാർക്ക് കളേഴ്സ് മാത്രം ഉപയോഗിക്കുമ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് വെരി 2D. അപ്പോൾ ഞാനത് കുറച്ചൊരു 3D ലുക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നമ്മുടെ ആ റെഡിൻ്റെ തന്നെ കുറച്ച് സിമിലർ ആയിട്ടുള്ളൊരു ഓറഞ്ചിഷ് കളർ വെച്ചിട്ട് അങ്ങനെ വേറെ ഡീറ്റെയിലിങ്സും കൊടുത്തത്. അതിൻ്റെ ഹാൻഡിലിൻ്റെ വശത്തും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എൻ്റെ ഭാഗത്തുമുള്ള അവിടെയും കൂടി ഞാൻ ആ സിമിലർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ലൈൻസ് ആൻഡ് ഡിസൈൻസ് ലൈക്ക് ദാറ്റ്. പിന്നെ ജസ്റ്റ് സ്ലൈറ്റ് വേരിയേഷൻ ഇൻ ഡിസൈൻ, ലൈക്ക് കുറച്ച് ലീവ്സ് പോലെയുള്ളൊരു, ബിക്കോസ് ഞാൻ സെൻറ്ററിലൊരു ഫ്ലവർ പീസാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഡിസൈൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കി. നൗ വിൽ ലെറ്റ് ഇറ്റ് ടു ഡ്രൈ. അടുത്തത് നേവി ബ്ലൂവും സ്കൈ ബ്ലൂവും വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ്. സോ ഇതിൽ ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് ജോമെട്രിക് ഡിസൈൻസാണ്. ജോമെട്രിക് എന്നൊക്കെ പറയുമ്പോൾ വളരെ ക്രിപ്റ്റിക് ആയിട്ടുള്ളതൊന്നുമല്ല. ഐ എം ഗോയിങ് ഫോർ സം സിമ്പിൾ ട്രയാങ്കിൾസ്. അങ്ങനെ ട്രയാങ്കിൾസ് റിപ്പീറ്റഡ് ആയിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള കോൺട്രാസ്റ്റിംഗ് കളേഴ്സ് വെച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. സോ ഐ ഹവ് ചോസൻ ദ പ്രീവിയസ് കവറിൽ യൂസ് ചെയ്തിരുന്ന റെഡ് ഷെയ്ഡ് ഓൾസോ. പിന്നെ അതിൻ്റെ ഹാൻഡിൽ ഞാൻ റെഡ് ഡീറ്റെയിൽ തന്നെ കൊടുത്തു. അധികം തിക്കല്ലാതെ, നേരത്തെ ചെയ്തതുപോലെ അല്ലാതെ കുറച്ചൊരു ചേഞ്ച് ഉള്ളത്. സോ ആ ഡീറ്റെയിൽ ഞാൻ റെഡ് വേറെ മറ്റേ എൻഡിലൊക്കെ കൊടുത്തു. സൈഡ്സിലൊക്കെ കൊടുക്കാൻ പ്ലാനുണ്ട്. മറ്റേ ഓപ്പോസിറ്റ് വശത്തും ഈ സെയിം ഡിസൈൻ റിപ്പീറ്റ് ചെയ്തു. ആൻഡ് ദെൻ ഫോർ എ മോട്ടോ ഷോപ്പ് സ്മാർട്ട് ഞാൻ വളരെ സ്റ്റഡി ഹാൻഡായിട്ടാണ് ചെയ്തു. ചുളുക്കുണ്ടായിട്ടും ഞാൻ സ്ട്രൈറ്റൻ ഔട്ട് ചെയ്തിട്ട് അത് എഴുതി. സോ ഫൈനലായിട്ട് ഇത് ഇങ്ങനെയാണ് അത് ടേൺ ഔട്ട് ചെയ്തത്. നമുക്ക് ഇത്രയും ലെങ്ത്തുള്ള ഒരു ബാഗായിരുന്നു അത്. എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് വന്നതെങ്കിൽ ഞാൻ വേറെ കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. താങ്ക് യു, ബൈ.